കഷ്ടകാലമുള്ളവൻ തലമുട്ട അടിച്ചപ്പം കല്ലുമഴ പെയ്യുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ കാര്യം. ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് റയാൻ വില്യംസിനെ ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പ്രകടനത്തിൽ പെട്ടെന്നൊരു ബൂസ്റ്റപ്പ് ഉണ്ടായതാണ്. പക്ഷേ ആ ബൂസ്റ്റ് എല്ലാം കൂടെ വളരെ വേഗം തീർന്നു പോയെന്ന് പറയാം. പുള്ളിക്ക് ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നപ്പോഴത്തേക്ക് ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയി. ഖാലിദിന്റെ മാനേജ്മെന്റ് എന്നൊക്കെ മോശം എന്ന് പറഞ്ഞാൽ വളരെ 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 മോശം. ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ആഷ്ലി വേഴ്സ്വുഡ് അതിനെതിരെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഇന്ത്യ യൂണിറ്റി കപ്പിൽ നാണം കെട്ട് പരാജയപ്പെട്ടു. 2 മത്സരങ്ങളിലും പൊട്ടി. ഒരു മത്സരത്തിൽ നിന്ന് 1 പോയിന്റ് പോലും നേടാൻ കഴിയാതെയാണ് ഇന്ത്യ തിരിച്ചു വരുന്നത്. നേരിട്ട് ഇന്ത്യ തജിക്കിസ്ഥാനിലേക്ക് അവിടെ 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി തജിക്കിസ്ഥാനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾ 2ഉം ഇന്ത്യയുടെ സ്റ്റാർ സ്ട്രൈക്കറായ റയാൻ വില്യംസിന് നഷ്ടമാണ്. പറഞ്ഞു വന്നത് റയാൻ വില്യംസ് തജിക്കിസ്ഥാനെതിരെയുള്ള 2 ഫ്രണ്ട്ലീസിലും കളിക്കില്ല. അപ്പം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഭാഗത്തേക്കുണ്ടായ വളരെ വലിയൊരു തിരിച്ചടിയാണത്.